ഷിരൂരിൽ അർജുന്റെ ലോറിക്കായി തെരച്ചിൽ തുടരുന്നു. തെരച്ചിലിനിടെ കണ്ടെത്തിയ അസ്ഥിയുടെ ഭാഗം മംഗളൂരുവിലെ ലാബിലേക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ഇന്ന് ഷിരൂരിൽ എത്തും. ഇന്നലെയാണ് ഈ തെരച്ചിൽ ആരംഭിച്ചത്. അസ്ഥിയുടെ ഭാഗങ്ങൾ ഇന്നലെ കണ്ടെത്തിയിരുന്നു. അത് പരിശോധനയ്ക്കായി മംഗളൂരുവിലെ ലാബിലേക്ക് അയക്കും എന്നുള്ളതാണ്. ഇന്നലെ ഈശ്വർ മാൽപ്പ അവിടെ നിന്ന് തിരികെ പോയിരുന്നു. അദ്ദേഹത്തിന് വേണ്ടുന്ന സഹായം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുപോലെ ഇന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ഷിരൂരിൽ എത്തും. ഇന്നത്തെ തെരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് അടക്കം അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോറിയുടെ അടക്കം ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. പക്ഷേ അത് അർജുൻ്റെ ലോറിയുടേതല്ല എന്ന് ഉടമ മനാഫ് വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ ഭാഗങ്ങൾ, ലോറിയുടെ ഭാഗങ്ങൾ നദിയിൽ നിന്ന് കണ്ടെടുക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച പരിശോധനകളും തുടരുകയാണ്. അതിനിടയ്ക്കാണ് ഈശ്വർ മാൽപ്പ അവിടെ നിന്ന് പോകുന്നത്. അദ്ദേഹത്തിന് തിരച്ചിലിന് വേണ്ടുന്ന ഒരു സിജു കണ്ണൻ ചേരുന്നു. സിജു, ഇന്ന് എങ്ങനെയാണ് സാഹചര്യം? തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഷമി, തെരച്ചിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാവികസേന അടയാളപ്പെടുത്തിയ ആ സ്ഥലത്താണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഈ സ്ഥലത്ത് കൃത്യം പോയിന്റിൽ തെരച്ചിൽ നടന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ ഡ്രഡ്ജർ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ട് നാവികസേന അടയാളപ്പെടുത്തിയ, മെറ്റൽ സാന്നിധ്യം ഏറ്റവും കൂടുതലുണ്ടെന്ന് അടയാളപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് മണ്ണ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് മണ്ണ് മാറ്റി കൃത്യം ആ പോയിന്റിലാണ് ഇപ്പോൾ ആ പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുംബവും അതോടൊപ്പം തന്നെ ട്രക്കുടമ മനാഫും ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടിരുന്നതും ഇതാണ്, ഈ സ്ഥലത്ത് കേന്ദ്രീകരിച്ചൊരു പരിശോധന നടത്തണമെന്നുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും. തൊട്ടു താഴെ ഈ നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗം കാണാം. അതിൻ്റെ ഒരു 10 മീറ്റർ മാറിയാണ് ഇപ്പോൾ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് മണ്ണ് നീക്കി താഴേക്ക് വരിക എന്നുള്ളതാണ് ലക്ഷ്യം. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ തെരച്ചിലിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഈ പുഴയിൽ നിന്ന്, ഗംഗാവാലി പുഴയിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം തെരച്ചിൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഒരു അസ്ഥിഭാഗം കണ്ടെത്തിയിരുന്നു. ഈ അസ്ഥിഭാഗം കണ്ടെത്തിയതിനെ തുടർന്ന് അത് പരിശോധനയ്ക്കായി അയക്കാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മംഗലാപുരത്തെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് മാറ്റാനാണ് തീരുമാനം. ഇത് മനുഷ്യൻ്റേതിന് സമാനമായ അസ്ഥിയാണ്. പക്ഷേ അത് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യം ഇത് മനുഷ്യൻ്റെ അസ്ഥിയാണോ എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനുശേഷം മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റേതാണെങ്കിൽ DNA പരിശോധന ഉൾപ്പെടെ നടത്തും. ഇവിടെ കണ്ടെത്താനുള്ളത് 3 പേരെയാണ്. അർജുൻ, അതോടൊപ്പം തന്നെ ജഗന്നാഥൻ, ലോകേഷ് എന്നീ കർണാടക സ്വദേശികൾ 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. ഇവരുടെ കുടുംബത്തിൽ നിന്ന് നേരത്തെ തന്നെ DNA സാമ്പിളുകൾ ശേഖരിച്ചു വെച്ചിരുന്നു. ഈ സാമ്പിളുകളുമായി ഒത്തുനോക്കും, പരിശോധന നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇന്ന് നേരത്തെ തെരച്ചിലിൻ്റെ ഭാഗമായിരുന്ന, ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്ന റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അല്പസമയത്തിനകം എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജില്ലാ ഭരണകൂടമാണ് ഇന്ദ്രബാലൻ്റെ ഒരു സഹായം തേടിയത്. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുമ്പോൾ സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഒരു ഭാഗത്ത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ഐബോർഡ് ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചാണ് ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധന നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് GPS ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉച്ചയോടുകൂടി ഇവിടെ എത്തും. 11 മണിക്ക് ഗോവ വിമാനത്താവളത്തിൽ ഇറങ്ങി അദ്ദേഹം ഇങ്ങോട്ട് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇന്ന് SDRF NDRF സംഘത്തെ കൂടി ഈ തെരച്ചിലിൻ്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ സ്ഥലത്തെത്തിയ കർണാടക ഫിഷറീസ് വകുപ്പ് മന്ത്രി മംഗൾ വൈദ്യ അറിയിച്ചിരുന്നു. 10 ദിവസത്തേക്ക് കൂടി തെരച്ചിൽ നീട്ടാനും തീരുമാനിച്ചിരുന്നു. തെരച്ചിൽ കുറച്ചുകൂടി വിപുലീകരിക്കുകയാണ്. കുടുംബത്തിൻ്റെ ആവശ്യം തെരച്ചിൽ കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന ഒരു പരാതി കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഷമി, സിജു, ഈ ഈശ്വർ മാൽപ്പ ഇനി തെരച്ചിലിൻ്റെ ഭാഗമാകില്ല എന്നുണ്ടോ? ഈശ്വർ മാൽപ്പ ഇന്നലെ തന്നെ ദൗത്യം അവസാനിപ്പിച്ചിരുന്നു. കർണാടക സർക്കാരും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവുമായുള്ള അതൃപ്തിയെ തുടർന്നാണ് ഈശ്വർ മാൽപ്പയെ മടങ്ങിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഈശ്വർ മാൽപ്പയെ ദൗത്യത്തിനായി തെരച്ചിലിൻ്റെ ഭാഗമായില്ല. കാരണം ഇന്നലെ രാവിലെ എത്തിയത് മുതൽ ഈശ്വർ മാൽപ്പയെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു. ഈ നാവികസേന അടയാളപ്പെടുത്തിയ പ്രധാന പോയിന്റിൽ
ഈ ഡ്രഡ്ജറിനൊപ്പമുള്ള മുങ്ങൽ വിദഗ്ധർ മുങ്ങി പരിശോധന നടത്തും. ഈശ്വർ മാൽപ്പെ അതിൽ ഉൾപ്പെടാൻ പാടില്ല എന്ന് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് സ്വന്തം നിലയ്ക്ക് ഈശ്വർ മാൽപ്പെ പുഴയുടെ താഴെ ഭാഗത്ത് പരിശോധന നടത്തുകയായിരുന്നു. ആ പരിശോധനയിൽ ചായക്കടക്കാരനായ അപകടത്തിൽപ്പെട്ട ലക്ഷ്മണ നായിക്കിന്റെ സ്കൂട്ടർ കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അർജുൻ്റെ ട്രക്കിലുണ്ടായിരുന്ന 4 മരത്തടികൾ കൂടി കണ്ടെത്തിയിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഇവിടെയും ഈശ്വർ മാൽപ്പയെ പരിശോധന നടത്തേണ്ടതില്ല എന്ന ഒരു നിലപാട് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു. ഇതേ തുടർന്നാണ് ഈശ്വർ മാൽപ്പെ ഇവിടെ നിന്ന് മടങ്ങിയത്. ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ഈ സ്ഥലം കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലുമെല്ലാം പറയുന്നത് സമാന്തരമായി ഇങ്ങനെ മറ്റൊരാൾ തെരച്ചിൽ നടത്തുന്നത് അംഗീകരിക്കാനാവില്ല. ജില്ലാ ഭരണകൂടവും കർണാടക സർക്കാരും ഉൾപ്പെടെ നടത്തുന്ന പ്രവർത്തനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏതായാലും ഈശ്വർ മാൽപ്പെ തെരച്ചിലിൻ്റെ ഭാഗമല്ല. സിജു, ഈ അർജുൻ്റെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടോ? എങ്ങനെയാണ് അവരുടെ ഒരു പ്രതികരണം? അർജുൻ്റെ ബന്ധുക്കൾ നിലവിൽ സ്ഥലത്തുണ്ട്. സഹോദരി ഭർത്താവ് ജിതിൻ, അഞ്ജു എന്നുള്ളവരാണ് സ്ഥലത്തുള്ളത്. അവരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഈ കാര്യക്ഷമമായി ഈ അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. അത് ഈ പ്രധാന പോയിന്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തണം. അവിടെ ട്രക്ക് ഉണ്ടാകുമെന്നൊരു വിശ്വാസമാണ് അവർക്കുള്ളത്. എന്നാൽ കഴിഞ്ഞ 2 ദിവസം ആ നിലയിലുള്ള ഒരു പരിശോധന നടന്നിട്ടില്ല എന്നൊരു വിമർശനം അവർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവർ പറയുന്നതിനനുസരിച്ചുള്ളൊരു പോയിന്റിൽ തന്നെ പരിശോധന നടത്താനാണ് തീരുമാനമെന്നാണ് നിലവിൽ ഈ പരിശോധന തിരച്ചിൽ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അവരുടെ ഒരു വിമർശനം കൂടി പരിഗണിച്ചായിരിക്കണം റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിനെ കൂടി ഈ ടീമിൻ്റെ ഭാഗമാക്കുന്നത്. ജിതിനും സഹോദരി അഞ്ജുവും നിലവിൽ ഇവിടെ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ ലോറി ഉടമ മനാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാ കാര്യങ്ങളും വിലയിരുത്തി ഇവിടെ തന്നെയുണ്ട്. ഈ മനാഫ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? ഈ ലോറിയുടെ ഭാഗങ്ങളൊക്കെ പല ലോറിയുടെയും ഭാഗങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയതാണോ? എങ്ങനെയാണ് ഇത് ഈ ലോറിയുടെ ഭാഗങ്ങളെ കണ്ടെത്തുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു പ്രതികരണം മനാഫ് എന്താണ് അത് സംബന്ധിച്ച് പറയുന്നത്? നിലവിൽ അർജുൻ്റെ ലോറിയുടെ കാര്യമായ ഭാഗങ്ങളൊന്നും കണ്ടെത്തിയില്ല. ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയ അർജുൻ്റെ ലോറിയിൽ കെട്ടിയെന്ന് കരുതുന്ന കയർ, അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയ മരത്തടി, മറ്റൊന്ന് ഒരു ലോഹഭാഗം, ഈ വെള്ള ടാങ്കർ ഉൾപ്പെടെ ഈ വാഹനത്തിൽ വെക്കാൻ ഉപയോഗിക്കുന്ന ലോഹഭാഗം എന്നിവയാണ് കണ്ടെത്തിയത്. മറ്റ് കഴിഞ്ഞ ദിവസം ഈശ്വർ മാൽപ്പെ ഉൾപ്പെടെ മുങ്ങി പരിശോധന നടത്തി കണ്ടെത്തിയ ലോറിയുടെ ടയറിൻ്റെ മുൻഭാഗം, ടയർ, അതോടൊപ്പം തന്നെ ക്യാബിനെല്ലാം തന്നെ ഈ ടാങ്കർ ലോറിയുടേതാണെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മനാഫ് ഉൾപ്പെടെ അക്കാര്യം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം ഒരു എഞ്ചിൻ ഭാഗം ലഭിച്ചതും ഈ ടാങ്കർ ലോറിയുടേതാണ്. ടാങ്കർ ലോറിയുടെ ക്യാബിനും എഞ്ചിൻ ഭാഗവുമാണ് ഈ അപകടത്തിൽ നഷ്ടമായിരുന്നത്. മറ്റ് ഭാഗങ്ങൾ പിന്നീട് ഒഴുകിപ്പോകുന്ന നിലയിൽ ഈ പുഴയുടെ താഴെ അർജുൻ്റെ ലോറിക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.